ജ്യോതികുമാർ ചാമക്കാല ഇതിലെ രണ്ടാമത്തെ വയലേഷൻ ആയിട്ട് പറയുന്നത് നോൺ റിപ്പോർട്ടിംഗ് ഓഫ് റിലേറ്റ് പാർട്ടി ട്രാൻസാക്ഷൻസ് ആണ്. എന്തിന് CMRL എന്ന കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് പൈസ കൊടുക്കണം? എന്തിന് CMRL എന്ന് പറയുന്ന കമ്പനി കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് നിർലോഭം പണം പമ്പ് ചെയ്യണം? ഇവിടെ ഈ മന്ത്രാലയം തന്നെ, കോർപ്പറേറ്റ് മിനിസ്ട്രി തന്നെ, അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തന്നെ കേരളത്തിൽ ഈ കമ്പനി നടത്തുന്ന ഇടപാട് എന്താണ് എന്ന് പറയുന്നുണ്ട്. അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. ഖനനം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ഇവിടുത്തെ മിനറൽസ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ സ്വത്താണ്. അപ്പോൾ ആ മേഖലയിൽ ഇറങ്ങി കളിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മൊണോപ്പൊളി ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. പബ്ലിക് സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, അതല്ലാത്ത ഒരു കമ്പനി ഇതാണ്. അപ്പോൾ ഈ കമ്പനി എന്തുകൊണ്ട് കേരളത്തിലെ ആളുകളെ, കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ, കേരളത്തിലെ പ്രമുഖരെ നിരന്തരമായി ഇങ്ങനെ ഫണ്ട് ചെയ്ത് സുഖിപ്പിച്ച് സന്തോഷിച്ച് നിർത്തുന്നു എന്നുള്ളത് എല്ലാ ജനങ്ങളും അറിയേണ്ട കാര്യമല്ലേ? ഈ CMRLന്റെ IT തട്ടിപ്പുമായി ബന്ധപ്പെട്ട IT വിഭാഗത്തിൻ്റെ അന്വേഷണത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 135 കോടിയുടെ കണക്കൊക്കെ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് കൊടുത്ത 16.43 കോടിയെക്കുറിച്ചുണ്ട്. ആരാധനാലയങ്ങൾക്ക് നൽകിയ 17.47 കോടിയെ സംബന്ധിച്ചുണ്ട്. മറ്റ് ചെലവുകൾ നല്ല നിലയിൽ 39.47 കോടിയെ സംബന്ധിച്ചുണ്ട്. രാഷ്ട്രീയ നേതാക്കൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും കൊടുത്തതിനെ സംബന്ധിച്ചുണ്ട് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആ വാങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണം വരട്ടെ, അതിൽ വാങ്ങിയിട്ടുള്ളവർ അതിൻ്റെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യും. ഇവിടെ എന്താ കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസും CPM-ഉം BJP-യും ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ നേതാക്കന്മാരുടെ വീട്ടിലെ പൈസ എടുത്തല്ലോ. സ്വാഭാവികമായും ഇത്തരത്തിൽ ഫണ്ട് കളക്ഷൻ നടത്തിയൊക്കെ തന്നെയാണ് പാർട്ടി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ച്, UDF-ന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നപ്പോൾ തന്നെ അവർ അസന്ദിഗ്ധമായി പറഞ്ഞു, ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഞങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഞങ്ങൾ ഫണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. കൊടുത്തു വാങ്ങാവുന്നതും റെസീറ്റ് കൊടുക്കാത്തതുമായ സംഭാവനകൾക്കൊക്കെ ഈ രാജ്യത്ത് കണക്കും നിബന്ധനകളും ഉണ്ടെന്നേ. അന്വേഷിക്കട്ടെ, അത് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ 100% തയ്യാറാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? PV ഇവിടെ വന്നിരുന്നത് CPM-ന്റെ പ്രതി പറയുന്നല്ലോ. ആരാ PV എന്നേ? ഈ PV-യെ കുറിച്ച് അറിയില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമോ? പിണറായി വിജയനാണ് PV എന്ന് പറഞ്ഞാൽ ഞാനല്ല എന്ന് സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരുമോ? അദ്ദേഹം അന്ത്യവാക്കാണോ? സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണോ അദ്ദേഹം? എന്നെക്കുറിച്ചല്ല PV എന്ന് പറഞ്ഞാൽ ഞാനല്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ തീരുന്ന വിഷയമാണോ അഭിലാഷേ? അല്ല. അവിടെ ആത്മാർത്ഥത ഉണ്ടാകണം. PV എന്നാൽ പിണറായി വിജയനാണെന്ന് പറയാനുള്ള ചങ്കുറപ്പുണ്ടാകണം. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം നേരിട്ട് കാണുന്ന മാത്രമേ അദ്ദേഹം വിശ്വസിക്കൂ. അദ്ദേഹം വേറെ ഒന്നും കാണില്ല. നമ്മളത് പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ണൂരിൽ കണ്ടു, ആലപ്പുഴയിൽ കണ്ടു. അദ്ദേഹത്തിൻ്റെ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പിന്നെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ ആക്രമിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചില സാങ്കേതികമായ ചില പിഴവുകൾ, ചില പാകപ്പിഴകൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചുകൊണ്ട് ഞങ്ങൾ എന്നും പറയുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് അദ്ദേഹം ഹാജരാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിഗണന കൊടുത്തുകൊണ്ട് അദ്ദേഹം PV അല്ലെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാമെന്നല്ലാതെ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം PV എന്നാൽ പിണറായി വിജയനാണ് എന്ന്. പിന്നെ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണം വന്നാലും അതിനെ സംബന്ധിച്ച് ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കാം. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ 2 കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കമ്പനീസ് ആക്ട് അനുസരിച്ച് 2 കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഒന്ന് CMRL, ഒന്ന് എക്സാലോജിക്ക്. ഈ CMRL-നെ സംബന്ധിച്ച് അവരുടെ നടത്തിയിട്ടുള്ള ഇൻകം ടാക്സ് തട്ടിപ്പ്, ആ തട്ടിപ്പിൽ എക്സ്പെൻഡിച്ചർ കാണിക്കാൻ വേണ്ടി അവരെടുത്തിട്ടുള്ളത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയും അതിൻ്റെ MD-ക്ക്, അതിൻ്റെ സിംഗിൾ പേഴ്സണാണ്, ഒറ്റ ഡയറക്ടറാണ്. ആ കമ്പനിയുടെ ഉടമസ്ഥയ്ക്കും പൈസ കൊടുത്തിരിക്കുന്നു. ആ പൈസ കൊടുത്തിരിക്കുന്നത് ആ കമ്പനി രജിസ്ട്രേഷൻ്റെ ഭാഗമായി അവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നു. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സേവനം കൊടുക്കുകയോ, നിങ്ങൾക്ക് ഈ പറയുന്ന CMRL എന്തെങ്കിലും സേവനം ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 2 പേർക്കും അത് തെളിയിക്കാൻ കഴിയുന്നില്ല. ഇവിടെ പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെയൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എക്സാലോജിക്കലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ, പിന്നെ MS ഓഫീസും അതുപോലെ തന്നെ മറ്റൊരു സോഫ്റ്റ്വെയർ ടാലി നിർമ്മിക്കുന്നത് എക്സാലോജിക്കലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇനി ഇവർ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് അവിടുത്തെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ തന്നെ ഈ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പാകെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് പിന്നെ വ്യക്തത വരുത്താൻ കഴിയില്ലല്ലോ? നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുമല്ലോ. പിന്നെ പറഞ്ഞു ഇപ്പോൾ ROC-യുടെ ഭാഗത്തു നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അല്ല, ഇപ്പോൾ ROC-യുടെ ഭാഗത്ത് നിന്ന് വന്നല്ല. ഹൈക്കോടതി ഇവിടെ AK ബാലനും ഈ പറയുന്ന പോലെ അന്തിമ വാക്കൊന്നുമല്ലോ. AK ബാലൻ എപ്പോഴൊക്കെ മുഖ്യമന്ത്രിയെ ട്രോളാൻ കഴിയുന്നുണ്ടോ അപ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ AK ബാലൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എടുക്കാം. മൂവാറ്റുപുഴ കോടതി ആ കേസ് തള്ളി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രഥമ വാദം. ആ മൂവാറ്റുപുഴ കോടതി ആ കേസ് തള്ളിയെങ്കിൽ ആ കേസിൻ്റെ വാദി ഹൈക്കോടതിയിൽ അതിന് റിവിഷൻ കൊടുത്തിരിക്കെ, അഥവാ റിവ്യൂ കൊടുത്തിരിക്കെ, അവിടെ ആ കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ചോദിക്കുന്നു, ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ? ഇല്ല എന്ന് പറയുന്നു. എന്നിട്ടും ഹൈക്കോടതി ആ കേസ് അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതാ. അപ്പോൾ അതിൽ ഗൗരവമുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഹൈക്കോടതി തുടർന്നും കേസ് നടത്തിക്കൊണ്ടു പോകുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പലർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. വിവരങ്ങൾ വരട്ടെ. ഇനി ഞാൻ പറഞ്ഞല്ലോ,
ഇവിടെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ, ഉത്തരവ് വന്നു കഴിഞ്ഞാൽ, ഓർഡർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അതിനുശേഷം ഇതിനെ സംബന്ധിച്ച് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണങ്ങൾ നടത്തി. ആ അന്വേഷണം നടത്തിയിട്ടുള്ള എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ആ എക്സാലോജിക്കിൽ അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിന്റെ ബേസിസിൽ 3 അംഗ സമിതിയെ ഇതിനെ സംബന്ധിച്ച് 4 മാസത്തിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ചുമതലപ്പെടുത്തി. ആ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഓർഡറിൽ അവരെ 3 പേരെ ചുമതലപ്പെടുത്തിയ ആ ഓർഡറിലെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഇവിടെ എക്സാലോജിക്കിൽ നടത്തിയ ഈ 204 കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 206 സബ്സെക്ഷൻ 4 അനുസരിച്ച് നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ച് അതൊരു പുതിയ സംഭവമല്ലോ. അപ്പോൾ 206 സബ്സെക്ഷൻ 4 എന്താണെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിൽ അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാകുന്നതെന്ന് ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അങ്ങനെ അവിടെ എൻക്വയറി നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയാനുള്ള അവസരം ആ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. എക്സാലോജിക്ക് ഞങ്ങൾക്ക് അവസരം കിട്ടില്ല എന്ന് വീണ്ടും കിടന്ന് നിലവിളിക്കാതെ ആ കിട്ടിയ സമയത്ത് എഗ്രിമെന്റ് പോലും കാണിച്ചിട്ടില്ല എന്നുള്ളത് ഈ എന്താണ് വീണ വിജയനുമായിട്ടുള്ള എഗ്രിമെന്റ് എന്ന് സംബന്ധിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇനി ഈ പോയ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം വീണ്ടും നിൽക്കുക. ഈ പോയ 1,72,00,000 രൂപ മാസപ്പടി ഇനത്തിൽ മാസം 8 ലക്ഷം രൂപ വീതം ഒരു പണിയും ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്കും വരുന്നു. അത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുപോയോ മുഹമ്മദ് റിയാസിന്റെ വീട്ടിൽ കൊണ്ടുപോയോ എന്ന് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. പക്ഷേ ആ തുക ഒരു പണിയും എടുക്കാതെ ചെന്നിട്ടുണ്ട് എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. അതിനൊരു സേവനവും നൽകിയിട്ടില്ല എന്ന കാര്യം വിസ്മരിക്കരുത്. ഞാൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന് മറുപടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ കോൺഗ്രസ് BJP ഇതര ഗവൺമെന്റുകൾക്കെതിരെയൊക്കെ ദേശീയ തലത്തിൽ നാഷണൽ ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ വരുമ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് തുടക്കം മുതൽ ചോദിക്കുന്നത്, ഇത്തരത്തിൽ എക്സാലോജിക്ക് ഈ പറഞ്ഞു വന്നതല്ല നമ്മൾ തുടങ്ങിയ CMRL നിന്നാണ്. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നെല്ലാം എഗ്രിമെന്റ് കിട്ടിയിട്ടുണ്ട്. ആ എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുണ്ടാക്കിയുള്ള കരാറുമായി ബന്ധപ്പെട്ട് നാഷണൽ ഏജൻസികൾ നേരത്തെ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഘട്ടത്തിലാണ് അന്വേഷിച്ചത്? ഏതൊക്കെ കമ്പനികളെ കുറിച്ചാണ് അന്വേഷിച്ചത്? ഒരു സാന്റാ മോണിക്ക എന്ന് പറയുന്ന കമ്പനിയുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. ബാക്കി കുറേ പേരുകൾ അന്തരീക്ഷത്തിൽ കേൾക്കുന്നുണ്ട്. ആ പേരുകൾ ഏതൊക്കെ ഘട്ടത്തിലാണ് അന്വേഷിച്ചത്? അദ്ദേഹം പറഞ്ഞു വിഘടന പ്രവർത്തനം നടത്തുന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് എന്നൊക്കെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത്, നമ്മളാരുമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്? അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയണ്ടേ. പിന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ അനുമതി കിട്ടിയിട്ടല്ലേ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് അനുമതി കിട്ടിയിട്ടല്ലേ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതാണ്. കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ കൊടുത്ത ഡോക്യുമെന്റ്സ്, കമ്പനി വൈൻഡപ്പ് ചെയ്യാൻ കൊടുത്തുള്ള സമ്മതപത്രം, അതിലൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2019 മുതൽ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും ഈ പറയുന്ന ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വരികയും തുടർന്ന് അന്വേഷണം നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2022 നിങ്ങൾ വ്യാജമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലവിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടാണ് ആ കമ്പനി ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, കമ്പനിയുടെ ആസ്ഥാനം മാറ്റുമ്പോൾ ആ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ അറിയിക്കണമെന്ന 30 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നുള്ള കണ്ടീഷൻ ഉൾപ്പെടുത്തി തെറ്റിച്ചിട്ടുണ്ട്. ഇവിടെ CMRL പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കി എന്ന് പറയുന്നത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അവർ 2 കൂട്ടരെയും കേട്ടതിന് ശേഷം ഫൈനൽ ജഡ്ജ്മെന്റിലേക്ക് എത്തുമ്പോഴാണ് പറയുന്നത് അവിടെ കൊണ്ട് അത് അവസാനിക്കുകയല്ല, അവിടെ കൊണ്ട് ആരംഭിക്കുകയാണ്. അവിടെ വന്നിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അവിടെ വന്നിട്ടുള്ള വിഷയം എന്താണ്? ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് ഇത്തരത്തിൽ മറ്റൊരു കമ്പനി, എക്സാലോജിക്ക്, മറ്റൊരു വ്യക്തി വീണ വിജയൻ, ഇവർ രണ്ടുപേരും പ്രതിവർഷം അവർ രണ്ടുപേരും കൂടെ ചേർന്ന് 1,72,00,000 രൂപ കൈക്കലാക്കിയിട്ടുണ്ട്. അത് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ആ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ വിധി ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനി ROC സംബന്ധിച്ച് ഇതൊക്കെ അന്വേഷിക്കാൻ അവകാശമുണ്ടോ എന്ന് ROC അന്വേഷിച്ച് തീരുമാനിക്കേണ്ടതല്ല. 447, 448 അനുസരിച്ച് അവിടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റും അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്റ്റും വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കാൻ EDക്കും CBIക്കും മാത്രമേ അവകാശമുള്ളൂ. അവർ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ ഒത്തുതീർപ്പാക്കുമെന്ന ആശങ്ക ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമാകണമെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി.